ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ്ദാദുമാണ്. എല്ലാവർക്കും ഫിറോസ്ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ പേജിലൂടെയും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു അടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു അടുപ്പ്, അതായത് ഗ്യാസിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിഴൻ അടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 15 ലക്ഷം ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിൽ 1.5 ലക്ഷം ആളുകളും കണ്ട ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പല ആളുകളും ചോദിക്കുന്നത് അത് എങ്ങനെയാണ് കത്തിക്കുന്നത്, അതിൻ്റെ ലാഭം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് വന്നുകൊണ്ട് നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം പല ആളുകൾക്കും സംശയമാണ് അത് കത്തിക്കുന്നത് എങ്ങനെയാണ്, അതുകൊണ്ടുള്ള ലാഭം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്ന ആളുകൾ ഈ സാധനം മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദിച്ചറിയണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. എന്തായാലും ഗ്യാസിനേക്കാൾ മികച്ചാണ്. എൻ്റെ വീട്ടിലേക്ക് അന്ന് വീഡിയോ ചെയ്ത സമയത്ത് അവർ ഈ ഒരു അടുപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ അടുപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ഇപ്പോൾ കത്തിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും, ഈ സൈഡിൽ കാണുന്നുണ്ടാവും. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി കത്തിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതേ രീതിയിൽ നിങ്ങൾക്കും കത്തിക്കാൻ സാധിക്കും, ചെറിയ വിലയിൽ. കാരണം 1000 രൂപയുടെ ഒരു ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു 200 രൂപയുടെ ഒരു ജസ്റ്റ് 200 രൂപയുടെ വിറകുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ അത്ര മാസം, അതായത് നിങ്ങളുടെ ഒരു വീട്ടിലുള്ള ഗ്യാസ് ഒരു 200 രൂപക്ക് ഒരു 1000 രൂപയ്ക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് നിങ്ങൾക്ക് 200 രൂപയ്ക്ക് വിറക് കൊണ്ട് കത്തിക്കാൻ സാധിക്കുന്ന ഒരു കിഴൻ മെത്തേഡാണ്. തീർച്ചയായും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും അതുപോലെ ഒരുപാട് ആളുകൾ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ആളുകളുമായി സംസാരിക്കാം. ഫിറോസ് ഭായ് വളരെ നമ്മൾ ഇന്നാൾ ഒറ്റ നമ്മളെ മൈക്കുണ്ട്, മൈക്കാണ് കുത്തി. ഫിറോസ് ഭായ് മൈക്ക് കുത്തി. ഇനി ഈ ഒരു സംഭവം ഞാൻ ചെയ്യാനുള്ള കാരണം, ഈ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ എനിക്ക് വീഡിയോ കോളും അതുപോലെ തന്നെ ഒരുപാട് കോളുകൾ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ ഓർഡർ ചെയ്യാം, ഇവിടെ ഒരുപാട് ആൾക്കാർ തിരഞ്ഞു തരുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് എങ്ങനെയാണ് കത്തിക്കുന്നത് രീതി, അത് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരണം. അതായത് സാധാരണക്കാർക്കായുള്ള അടുപ്പത് ഈ കാണുന്നതും ഇതൊക്കെ സാധാരണ വീട്ടിലുള്ളത്. അത് പുറമെ നമുക്ക് ഹോട്ടലിലേക്കുള്ള സാധനങ്ങളില്ലേ, അത് വേറെ സെക്ഷൻ. അപ്പൊ നമുക്ക് ആദ്യം നിങ്ങൾ കാണിക്കുന്നതാണെങ്കിൽ വീട്ടിലേക്ക് സാധനം. കാരണം കൂടുതൽ ആൾക്കാരും വീട്ടിലുള്ള വീട്ടമ്മമാര്, കുടുംബശ്രീയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ചോദിക്കുന്നത്. കാരണം ഗ്യാസിനേക്കാൾ ഒരു ലാഭം ഉണ്ടാകുന്ന പറയുമ്പോൾ എന്തായാലും വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു ഗൃഹനാഥനേക്കാൾ കൂടെ ചോദിക്കാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ കത്തിക്കുന്ന രീതി, സ്റ്റാർട്ടിങ് നമ്മുടെ ഫ്ലഗിൽ കുത്തി അതിൻ്റെ ചാർജിങ് ചെയ്യുന്നത് മുതൽ നമുക്ക് കാണണം. കാരണം നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. കാരണം ഇത് ജസ്റ്റ് ഫ്രീ പ്രൊമോഷൻ ചെയ്താണ്, ഞങ്ങളോട് പൈസ വാങ്ങാതെ ചെയ്താണ് അല്ലേ? ഒരു പൈസ വാങ്ങണോ? ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്ത സംഭവം ആകുമ്പോൾ തീർച്ചയായും അവരുടെ മുമ്പിലേക്ക് അത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഫിറോസ് ഭായ്, നമുക്ക് എന്തോ നിങ്ങൾ കസ്റ്റമർ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് എങ്ങനെയാണോ ഉണ്ടാകുക അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും കസ്റ്റമർ എത്തുമ്പോ ഞങ്ങൾ ഇതേപോലെ ബോക്സ് പാക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഈ പാക്ക് അൺബോക്സ് ചെയ്ത് സ്റ്റാർട്ടിങ് മുതൽ കറണ്ട് ചാർജ് ചെയ്യുന്നത് മുതൽ കത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണണം. കാണിച്ചു കൊടുക്കല്ലോ. ഓക്കെ, അൺബോക്സിംഗ് ആണ്. ഓക്കെ, നമ്മൾ പല രീതിയിലും മൊബൈലിന്റെ അൺബോക്സിങ് ചെയ്യേണ്ടത്, ഇത് ആദ്യമായിട്ട് ഒരു അടുപ്പിന്റെ അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, അടുപ്പല്ലേ പ്രശ്നം. ബോക്സ് മാറില്ലേ? ഓക്കെ, കസ്റ്റമർ കാണാൻ വേണ്ടിട്ടല്ലേ? കസ്റ്റമർ കാണാം, നമ്മൾ കണ്ടു. കാരണം ഞാൻ ഓൾറെഡി എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. എന്റെ ഭാര്യ അടിവാട്ടോ, ഭാര്യക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമ്മളെ ഇതിന്റെ സിസ്റ്റം കസ്റ്റമർ കൊടുക്കുമ്പോൾ ഈ ബോക്സിൽ ഈ സിസ്റ്റത്തിന് വരും. ഇതിന്റെ പുറകില് ഇതേപോലെ ചാർജിങ് കേബിളാണ്. അതായത് ഈ ഒരു ചാർജിങ് കണക്ഷൻ ഇതിലേക്ക് വരാനില്ല ഇല്ല. അത് നിങ്ങൾ വീട്ടിൽ പോയ ഉടൻ തന്നെ ഇത് റിമൂവ് ചെയ്യുക, ഈ കട്ട് ചെയ്തെടുക്കുക, റിമൂവ് ചെയ്യുക. ഓൾറെഡി ഞങ്ങൾക്ക് 2 hours യൂസ് ചെയ്യാനുള്ള ബാറ്ററി ഓൾറെഡി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കട്ട് ചെയ്താലോ. ഒരു മിനിറ്റ് ഞാൻ പൊന്തി കിട്ടുന്നാല്. ഓക്കെ, നമ്മളെ ക്യാബിൾ ടൈ ഇവിടെ കേട്ടോ. ഓക്കെ, കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളെ ക്യാബിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യും. ഇതാണിപ്പോൾ നമ്മളെ ചാർജിങ് കേബിൾ വരുന്നത്. ഒരു മിനിറ്റ്, ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ട് ബില്ല് എങ്ങനെ വരും? കറണ്ട് ബില്ല് വരാൻ എന്താ? ഇപ്പോൾ ഇത് DC ആണോ AC ആണോ?
ഇത് ഡി സിയിലാണ് ചാർജബിൾ ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും മൊബൈൽ ചാർജിന്റെ ഒക്കെ ഒരു അത് അത്രയും വരൂല. നമ്മൾ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന നമ്മള് പ്രൊജക്ട് വർക്കിന് ഉപയോഗിക്കുന്ന ചെറിയൊരു മോട്ടർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് 6 amps 6 ആംപിയർ എന്ന് പറഞ്ഞാൽ വളരെ മാക്സിമം 6 watts വരെ ഇതിൽ താങ്ങുള്ളൂ. 3 watts 2 watts കയറി കഴിഞ്ഞാൽ ഇതിൽ അത്രയും വരുള്ളൂ. ഇത് ബാറ്ററി അത്രയും സേഫ് ആയിട്ട് അത് അത്ര തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അഡാപ്റ്ററും ബാറ്ററി എല്ലാം ഇതിൽ ഇൻബിൽഡ് ആയിക്കുന്നു. പിന്നെ ഇത് പഴയ പറഞ്ഞ പോലെ തന്നെ നമ്മളെ എക്സ്ട്രാ അതിന് മുമ്പ് പറഞ്ഞിരുന്നു. ഇത് നമ്മളെ ചാർജിങ് പോയിന്റ് ആണത്. ഈ കാണുന്ന ചാർജിങ് പോയിന്റിൽ ഞങ്ങൾ ഇൻബിൽഡ് ചെയ്യുന്നു. അതായത് സാധാ മൊബൈലിന്റെ അത്ര തന്നെ സാധാ മൊബൈലിൽ നമ്മൾ സാധാ ചാർജർ ഉപയോഗിക്കുന്ന സാധനം അത് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കൊടുക്കുക. അവിടെ പിന്നീട് നേരെ പ്ലഗിലേക്ക് കൊടുക്കുക. ഒരു ഓൺ ചെയ്യാം. ഞങ്ങൾ ലൈറ്റ് ഓൺ. എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം? ഒരു 3 hours ചാർജ് ചെയ്താൽ 3 മണിക്കൂർ നമ്മൾ ചാർജ് 3 മണിക്കൂർ 3 hours. എത്ര മണിക്കൂർ കിട്ടും? അതേപോലെ തന്നെ 3-4 മണിക്കൂർ ഞങ്ങൾ പെയ്യും. പക്ഷെ നിങ്ങൾ 3 മണിക്കൂർ ചാർജ് 3 മണിക്കൂർ വീട്ടിൽ കണ്ടിന്യൂസ് ആരും ഉപയോഗിക്കില്ല. ഞങ്ങളെ കണ്ടീഷനിൽ ഒരു 3 ദിവസമാണ് ഞങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ചാർജിങ്ങിന് 3 ദിവസത്തേക്ക് എല്ലാ കാര്യങ്ങളും ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൽ ഈ ലൈറ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡ് വരും. ഒരു ഫുൾ ചാർജ് ചെയ്യുന്ന റെഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പിന്നെ ഇത് സ്പീഡ് കൺട്രോളിംഗ് സിസ്റ്റം ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞ സൗണ്ട് കാണാം. ഇത് ഫസ്റ്റ് ചാർജിങ്. എത്ര വാട്ട്സ് വരും? അത് 2 amps കാണിക്കുള്ളൂ. സെക്കൻഡ് ചാർജിൽ 4 amps കാണിക്കും. തേർഡ് ഹെവി 6 amps. 6 ആംപിയർ മാക്സിമം വരുള്ളൂ. അത്രേ ഉള്ളൂ. അതിന്റെ കൂടുതൽ വരില്ല. അത് 5 വരുള്ളൂ. നമ്മൾ 6 മാക്സിമം പറയുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമുക്കിത് കത്തിക്കുന്നത് കാണണം. അതിന് സ്റ്റാർട്ടിങ് മുതൽ, അതായത് വിറക് കത്തിക്കുന്നത് മുതൽ, കാരണം പല ആൾക്കാർക്കുള്ള സംശയമുണ്ട്. കാരണം ചെറിയ വിറക് വെക്കുള്ളൂ, പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പല അത് കുറെ ആൾക്കാർ നിങ്ങൾ പറഞ്ഞിരുന്നു. ഈ വലിയ വിറക് എങ്ങനെ വെക്കാൻ പറ്റും പ്രശ്നങ്ങളൊക്കെ. പക്ഷെ നമുക്ക് വലിയ വിറക് വെച്ചാലും ഇവിടെ കത്തിക്കുന്ന രീതിയിൽ ഫസ്റ്റ് കത്തിക്കുമല്ലോ, കാണണം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞാൻ പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ, വിറക് കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും സാധാരണ ഒരു പുക വരും. അത് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ പുക വരില്ല. ഓൾറെഡി നമ്മൾ ഈ ഫാൻ വർക്ക് ചെയ്യുന്നതോടുകൂടി ഓക്സിജൻ കംപ്രസ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് കത്തിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ഇത് കത്തിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും പല ആൾക്കാരുടെ സംശയം ഇതിലൂടെ തീർക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരു സംഭവം ചെയ്ത് അന്ന് മുതൽ തുടങ്ങിയ ഒരു തലവേദനയാണ്. കാരണം ഇത് എങ്ങനെയാണ് കത്തിക്കല്, ഇത് കത്തിക്കുന്ന രീതി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ തീർക്കാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമുക്കിത് കത്തിക്കണ കാണണ്ടേ? ഫിറോസ് ഭായ് ഇന്നൊന്ന് കത്തി കാണിച്ചാൽ. ആകെ എത്ര വിറക് മതി? അത് ഇത്രയൊന്നും വേണ്ട. എത്ര വിറക് വരണം അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും വേണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ മാറിക്കൊന്നും വേണ്ട. നമുക്ക് തുടങ്ങാം. ഇതേപോലെ ചില ഒരുപാട് ആൾക്ക് സംശയമുണ്ട്, വലിയ വിറക് എങ്ങനെ വെക്കും, ആ പ്രശ്നങ്ങളൊക്കെ ചില ആൾക്കാർ ചോദിക്കും. ഇന്ന് വന്ന ചോദ്യം അതായിരുന്നു. പക്ഷെ ഈ സ്പേസ് നിങ്ങൾ കണ്ടില്ലേ, സാധാരണ നമ്മൾ ഒരു വിറകടുപ്പിലേക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുമോ, ചെറിയ വിറക് വന്ന് കത്തിക്കുക, ഇടുക, ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇത് കത്തിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കർപ്പൂരം വേണം, അല്ലെങ്കിൽ മണ്ണെണ്ണ വേണം അല്ലേ? സാധാരണ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കുറച്ച് മണ്ണെണ്ണ വയ്ക്കുക. അങ്ങനെ അതേപോലെ തന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അത് ഡിഫറെന്റ് ഒന്നുമില്ല. അതായത് വിറക് കത്തിക്കണം തീർച്ചയായിട്ടും മണ്ണെണ്ണ കത്തി പിടിക്കാൻ വേണ്ടി നമ്മൾ മണ്ണെണ്ണ അല്ലെങ്കിൽ കർപ്പൂരം അതേപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുക്കുക. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ ലൈറ്ററോ കാര്യങ്ങളോ ഉപയോഗിച്ച് സാധാരണ തീപ്പെട്ടിയോ ലൈറ്ററോ നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് കത്തിച്ച് തുടങ്ങാം. ഇതന്നെ അത്ര തന്നെ. കത്തിച്ച് തുടങ്ങും, തീ കത്തി തുടങ്ങല്ലോ തീർച്ചയായിട്ടും. അത് തുടങ്ങിയില്ല. അത് ഏകദേശം നമ്മള് കണല് ഇത് വിറകായിട്ട് പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ് അത്ര തന്നെ. 1 മിനിറ്റ് ഏകദേശം കത്തി പിടിച്ച് അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഏകദേശം കണലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കേണ്ട വിറകുകള് അല്ലെങ്കിൽ എന്തധികം ഏറ്റവും നല്ല എന്താണ്? ഏറ്റവും ബെസ്റ്റ് സാധാരണ നമ്മൾ മടല് വീട്ടിലിപ്പോ സംബന്ധിച്ചിടത്തോളം മടല്, ചിരട്ട, ചേരി, ഫർണിച്ചർ വേസ്റ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ ഏകദേശം കത്തിപ്പിടിച്ചു ഫിറോസ് ഭായ്.
ഞാനേ ജസ്റ്റ് ഒന്ന് ഒരു ഫസ്റ്റ് സ്പീഡിൽ ഇടാൻ പോവാണ് കേട്ടോ നിങ്ങളെ. ഇതിന്റെ ഫസ്റ്റ് സ്പീഡ് ഫസ്റ്റ് സ്പീഡ് ഇതാ ഫസ്റ്റ് സ്പീഡാണ് കേട്ടോ ഇത് നിങ്ങളെ. ഇതാ അത് കത്തി പിടിച്ചു കേട്ടോ. സെക്കൻഡ് സ്പീഡാണ്. അതായത് ശരിക്കും മനസ്സിലാവും. തേർഡ് സ്പീഡ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആവും. അതായത് കണൽ പിടിച്ചു. അതായത് നമ്മൾ വിറകല്ല തീർച്ചയായിട്ടും ഗ്യാസിന് പോലെ ഉണ്ടാവില്ല. അത് നമ്മൾ ആ ഒരു എഫേർട്ട് എന്തായാലും ഉണ്ടാവും. വിറകിന്റെ എഫേർട്ട് നമ്മൾ തീർച്ചയായിട്ടും അതിൽ കാണണം. ഈ സാധനത്തിന്റെ ഗ്യാരണ്ടി ജസ്റ്റ് പറഞ്ഞു. ഏത് രീതിയിൽ ഗ്യാരണ്ടി ഉണ്ട്? അത് ഗ്യാരണ്ടി എങ്ങനെ ആൾക്കാരുകളെ? നമ്മള് ഇലക്ട്രോണിക്സിനെല്ലാം 6 മാസം ഗ്യാരണ്ടി. 6 മാസം ഗ്യാരണ്ടി. ഈ ഫിറോസ് ഭായി, നമുക്ക് ഈ സാധനം നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിയണമെങ്കിൽ എത്ര ഡിസ്കൗണ്ട് കിട്ടും? കേരളത്തിനകത്താണോ പുറത്താണോ? അകത്താണെങ്കിൽ 2 ദിവസം എടുക്കും. 2 ദിവസം. അതിപ്പം ഒരു ബുധനാഴ്ച ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച ബുധനാഴ്ച ചെയ്യുമ്പോൾ വ്യാഴാഴ്ച തീർച്ചയായിട്ടും കിട്ടും. വ്യാഴാഴ്ച വെള്ളിയാഴ്ച മാക്സിമം. അത് ബുധൻ വ്യാഴം വെള്ളി ബുധനാഴ്ചകളായിരിക്കും. ഞങ്ങൾ കൊറിയർ സർവീസ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. കൊറിയർ സർവീസ് 2 ഡേയ്സ് അവർ എന്തായാലും വർക്കിംഗ് ഡേയ്സ്. ഈ സാധനം നമ്മൾ വീട്ടിലേക്ക് എത്തും പ്രയാസമാണ്. കാരണം മാക്സിമം എല്ലാവരും കൊറിയർ സർവീസ് ഓഫീസിൽ പോയി എടുക്കുന്നതായിരിക്കും. ഓഫീസിൽ വാങ്ങണം. അതായിരിക്കും കാരണം ഈ സാധനത്തിന് വെയിറ്റ് ഇല്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയില്ലെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള കൊറിയർ സർവീസിലേക്ക് എത്തും. അവിടുന്ന് നിങ്ങൾക്ക് ഫോൺ ചെയ്ത് നിങ്ങളുടെ മുമ്പാകെ അവർ എത്തിച്ചു തരികയും ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് ഈ സാധനം ക്യാഷ് ഓൺ ഡെലിവറി അല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇല്ല, എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് ഈ സാധനം വാങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വിറകടുപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ, അതായത് ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നമ്പർ എഴുതിയിട്ടുണ്ട്. ഈ നമ്പർ 2 നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെന്താ, തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് സാധനം കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് എത്തിക്കാൻ പറ്റും. തമിഴ്നാട്ടിലേക്ക് എത്ര ദിവസം വരും? 3 ദിവസം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അവസാനിപ്പിക്കുകയാണ്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് വീട്ടമ്മമാരും അതുപോലെ കുടുംബശ്രീയിലുള്ള ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ജസ്റ്റ് വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഗ്യാസിനേക്കാൾ മികച്ച അടുപ്പാണിത്.